ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ നമ്മൾ പ്ലംബിംഗ് ലൈനൊക്കെ അതായത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും ഏറ്റവും ടോപ്പിൽ നിന്നൊക്കെ പൈപ്പുകൾ ഇറക്കുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ ഗേജുകളാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ പൈപ്പുകൾ ഏതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മളിതെല്ലാം മുകളിലൊരു ബാത്റൂമുണ്ട്, അതായത് ഫസ്റ്റ് ഫ്ലോറിലൊരു ബാത്റൂമുണ്ട്, താഴെയും ബാത്റൂമുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഒന്നിച്ച് കണക്ട് ചെയ്തിട്ട് മുകളിലേക്ക് എയറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആദ്യമേ തന്നെ നോക്കുക, ഒരു ഇഞ്ചിൻ്റെ വാൽവ് വെച്ചിട്ട് വെള്ളം, അതായത് മുകളിലേക്കുള്ള ബാത്റൂമിൻ്റെ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ആ വാൽവ് വെച്ച് വാൽവ് വെച്ച് താഴെയാണ് കൊടുത്തിരിക്കുന്നത്. താഴെ നിന്ന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ വെച്ച് നമ്മൾ മുകളിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വാൽവ് ഓൺ ആണോ ഓഫ് ആണോ എന്ന് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ അതിൻ്റെ ലിവർ കണ്ടോ, ലിവർ വട്ടം വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വട്ടം അതായത് ക്രോസ് ചെയ്ത് കിടന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് എന്നാണ് പറയുന്നത്. അതായത് വെള്ളം സ്റ്റോപ്പായി കഴിഞ്ഞു, പിന്നെ നേരെ കിടന്ന് ഓണായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ പൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ആ ബാത്റൂമിൽ തന്നെ മുകളിലുള്ള ബാത്റൂമിലുള്ള കുളിക്കുന്ന വെള്ളം, ട്രാപ്പിൽ നിന്നുള്ള വെള്ളം പോകാൻ വേണ്ടിയിട്ട് 2 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നേരെ കുഴിയിലേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത് 4 ഇഞ്ച് പൈപ്പാണ് വരുന്നത്. 4 ഇഞ്ച് പൈപ്പ് 4 kg പൈപ്പാണ് കൊടുത്തത്. നേരെ മുകളിലേക്ക് നമ്മൾ ആ ബാത്റൂം കണക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും ടോപ്പിലേക്ക് അതിൻ്റെ എയറും കൂടി കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 4 kg പൈപ്പാണ്. പിന്നെ തൊട്ടപ്പുറത്ത് വരുന്നത് വാട്ടർ ലൈനാണ് വരുന്നത്. അതായത് മെയിനായിട്ട് നമ്മുടെ ഏറ്റവും മുകളിൽ നിന്നുള്ള വാട്ടർ ടാങ്കിൽ നിന്ന് വരുന്ന ലൈനാണ്. 6 kg പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. 63 mm എന്ന് പറഞ്ഞാൽ 2 ഇഞ്ചാണ് വരുന്നത്. 63 mm 2 ഇഞ്ച് പൈപ്പ് സുപ്രീമിൻ്റെ പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 kg പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം, അതായത് വേസ്റ്റ് ലൈൻ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ 4 kg കൊടുക്കാം. നമ്മൾ വാട്ടർ ലൈനിൽ കൊടുക്കുന്ന സമയത്ത് 6 kg കൊടുക്കുന്നതാണ് നല്ലത്. അത്യാവശ്യം പ്രഷർ കാര്യങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് 6 kg കൊടുക്കുന്നതാണ് ഭാവിയിലേക്ക് കുറേ നാളത്തേക്ക് നല്ലത്. അതാണ്. പിന്നെ നമ്മൾ ഈ വാൽവിൻ്റെ പൊസിഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ താഴേക്ക് കിടക്കുകയാണെങ്കിൽ ഓപ്പൺ, വട്ടം കിടത്ത ക്ലോസ് ആയിരുന്ന പൊസിഷൻ. പിന്നെ തൊട്ടപ്പുറത്തെ പൈപ്പ് 1/4 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ആ 1 ഇഞ്ച് പൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോട്ടർ കിണറിൽ നിന്നുള്ള സപ്ലൈ മോട്ടറിൽ നിന്ന് നേരിട്ട് നമ്മുടെ ടാങ്കിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബാത്റൂമിൽ, ഞാൻ പറഞ്ഞു മുകളിലുള്ള ബാത്റൂം ഉണ്ടെന്ന് പറഞ്ഞു, ആ ബാത്റൂമിൽ നിന്ന് 4 ഇഞ്ച് കണക്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്നതാണ്. താഴെയാണ് നമ്മൾ കണ്ടത്. ഇത് അവിടെ നിന്ന് നേരെ ഇറങ്ങുന്ന വഴിയാണ് കണ്ടത്. ആദ്യമേ തന്നെ നമ്മുടെ വാട്ടർ കണക്ഷൻ നമ്മൾ 1 ഇഞ്ച് വന്നിട്ട് 1/4 ഇഞ്ചായിട്ട് കൺവേർട്ട് ചെയ്ത് നേരെ CPC ആണ് ബാത്റൂമിൻ്റെ എല്ലാ അകത്ത് കൊടുത്തിരിക്കുന്ന അതിലേക്ക് കണക്ട് ചെയ്തു. പിന്നെ നമ്മൾ കുളിക്കുന്ന വെള്ളം, ഞാൻ പറഞ്ഞു കുളിക്കുന്ന വെള്ളം നമ്മൾ അവിടെ തന്നെ ഒരു എയർ കൊടുത്തിരിക്കുന്നത്. ഈ എയർ മസ്റ്റാണ്, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എയർ റിലീസായാൽ മാത്രമേ വെള്ളത്തിൻ്റെ ഫ്ലോ കറക്റ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ സ്മെല്ല് കാര്യങ്ങളൊക്കെ ഇവിടെ റിലീസായി പോകുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിവിടെ കേട്ടോ ഡോർ T ആണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് കൊടുത്തിട്ട് നമ്മൾ ഡോർ T കൊടുത്തിട്ട് ഏറ്റവും ടോപ്പിലേക്ക്, ഇവിടെ അടിച്ചിട്ടില്ല പൈപ്പ്, നമുക്ക് അടിക്കാനുള്ളതാണ്. ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ എയറിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് തന്നെയാണ്, ഈ പറയുന്ന 4 ഇഞ്ച് തന്നെയാണ് ഡയറക്റ്റായിട്ട് ഏറ്റവും ടോപ്പിലേക്ക് കൊടുത്ത് ഒരു എയർ കൗൾ കൊടുത്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ വാട്ടർ ടാങ്കിൽ നിന്ന് ഒരു 2 ഇഞ്ച് പൈപ്പ്, നേരെ വെള്ളം ഇറങ്ങുന്ന പൈപ്പ്, പിന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ മോട്ടറിൽ നിന്ന് വരുന്ന കണക്ഷൻസ്. ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, നമ്മൾ എയറിൻ്റെ സിസ്റ്റം കറക്റ്റായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ ഒന്നുമില്ല, നമ്മുടെ ഡ്രൈനേജ് സിസ്റ്റം അതുപോലെ തന്നെ വേസ്റ്റ് ലൈൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 4 kg 2 ഇഞ്ച് 4 kg ആണെങ്കിൽ 2 ഇഞ്ച് പൈപ്പ്, 4 ഇഞ്ച് പൈപ്പ് 4 kg ആണെങ്കിലും മതി. പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ കണക്ഷൻസ്, അതായത് ഡ്രൈനേജ് അല്ലാതെ വെള്ളം പ്രഷർ ലൈൻ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് 6 kg എങ്കിലും മിനിമം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ 2 ഇഞ്ച് പൈപ്പ് 6 kg നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ഇഞ്ച് പൈപ്പ് നമ്മൾ 6 kgക്ക് മുകളിൽ 10 kg ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു വാട്ടർ ലൈൻ കണക്ഷൻ, നമ്മുടെ വാട്ടർ ലൈൻ കാര്യങ്ങളൊക്കെ എങ്ങനെ കണക്ട് ചെയ്യാമെന്നും അതിനുപയോഗിക്കേണ്ട പൈപ്പുകൾ ഏതൊക്കെയാണെന്നും ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഓരോ സെക്ഷനിൽ വേണമെങ്കിലും നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് ഓരോ വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കാണുന്ന ആളുകൾ എല്ലാവരും തന്നെ, എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഫ്രണ്ട്സ്, എന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക, ലൈക്കും കൂടി ചെയ്തേക്കുക ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.